ഹായ് ഫ്രണ്ട്സ്, ഫ്രീസ്റ്റൈൽസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മയണീസിൻ്റെ റെസിപ്പിയാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. നമ്മൾ മുൻപ് ഒരു മയണീസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് എഗ്ഗ് വൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എഗ്ഗ് യോക്ക് വെച്ച് എങ്ങനെ മയണീസ് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഈ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും എനാബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് മയണീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 2 മുട്ട, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കടുക്, ഒരു അരപ്പുളി നാരങ്ങ, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1/2 ടീസ്പൂൺ ഉപ്പ്, കൂടാതെ നമ്മുടെ ഓയിൽ. ഇവിടെ ഏതാണോ ഓയിൽ യൂസ് ചെയ്യുന്നത് അത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. 1/4 ടീസ്പൂൺ കടുക് ഇടിച്ച് പൊടിയാക്കി എടുക്കാം. ഞാനിപ്പോൾ കടുക് യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ മസ്റ്റാർഡിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അത് മസ്റ്റാർഡ് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഏകദേശം 1 ടീസ്പൂൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കടുക് മുഴുവൻ ഞാൻ ഇടിച്ച് നല്ല പൊടിയുടെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും തമ്മിൽ തരംതിരിച്ചെടുക്കാം. നമുക്കിന്ന് മുട്ടയുടെ വെള്ളം ആവശ്യമില്ല, നമുക്കിത് മാറ്റി വയ്ക്കാം. മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇടിച്ച് വെച്ച കടുകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് വിസ്ക് വെച്ച്, ഞാൻ ഇന്ന് വിസ്ക് വെച്ചാണ് ബീറ്റ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വിസ്കിൽ ബീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വേഗത്തിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാനിന്ന് വിസ്ക് വെച്ചിട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ചായിട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ കുറച്ചായി ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമ്മുടെ മുഴുവനായിട്ട് ഒരുമിച്ച് നമ്മൾ ആ എണ്ണ മുഴുവൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ മയണീസ് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ ഒഴിക്കാൻ കാണാം ഇതുപോലെ ഇങ്ങനെ പിരിഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, അതുപോലെ തന്നെ 1/2 പുളിനാരങ്ങയുടെ നീര്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നത് ഇത് നന്നായി ഒന്ന് വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീട്ടിലില്ലാന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഇതുപോലെ വിസ്ക് വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് കുറച്ചായിട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് മയണീസ് റെഡി ആയിട്ടുള്ളതും എഗ്ഗ് യോക്ക് വെച്ച് തയ്യാറാക്കിയ മയണീസാണിത്. സാധാരണ മുട്ടയുടെ വെള്ള വെച്ചിട്ടാണ് പൊതുവെ മയണീസ് ഉണ്ടാക്കാറ്. പക്ഷേ ഇത് മുട്ടയുടെ മഞ്ഞ വെച്ചുണ്ടാക്കിയ മയണീസ് അതിനേക്കാളും ഏറെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ പൊതുവെ മുട്ടയുടെ വെള്ളം കൊണ്ട് മയണീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളത് മുട്ടയുടെ മഞ്ഞ നമ്മൾ വേസ്റ്റാക്കി ചാടാറില്ല. വേറെ എന്തെങ്കിലും ഉണ്ടാക്കി ഒരു ചെറിയ ഇതുപോലെയോ ഓംലെറ്റ് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാറ്. എന്നാൽ നിങ്ങൾക്ക് ഇനി മുതൽ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയും വെച്ചിട്ട് മയണീസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മയണീസിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയണീസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ മയണീസ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിലാണ് നമ്മുടെ മയണീസ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു മയണീസ് എന്ന് പറയുന്നത് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് മയണീസിൻ്റെ സെയിം ടേസ്റ്റാണ്. അത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, കറക്റ്റ് സെയിം ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മയണീസ് കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ബ്രെഡിൻ്റെ കൂടെയും അതുപോലെ തന്നെ കുബൂസിൻ്റെ കൂടെയും നമ്മുടെ ചിക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മയണീസാണിത്. എഗ്ഗ് വൈറ്റ് വെച്ചിട്ടുള്ള മയണീസിൽ നിന്ന് പാടെ മാറിയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും എഗ്ഗ് യോക്ക് വെച്ചിട്ടുള്ള മയണീസ് കൊണ്ട് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയും കൂടി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.